ചട്ടക്കാരി എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു സംഗീതാനുഭവമാണ്. ഇതിൻ്റെ ലൊക്കേഷൻസും പിന്നെ അവർ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളും ആംഗ്ലോ ഇന്ത്യൻ ജീവിതത്തിൻ്റെ സംഗീതധാരകളും പ്രത്യേകിച്ചും കൺട്രി മ്യൂസിക്കും അത്തരത്തിലുള്ള സംഗീതധാരകൾ ഒക്കെ ഇതിനകത്ത് വേണ്ട രീതിയിൽ ചേരുംപടി ചേർക്കാനായിട്ടുള്ള ഒരു പ്രയത്നം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംഗീതത്തിൻ്റെ ഒരു രീതി കുറച്ച് വ്യത്യസ്തമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശ്രേയ ഘോഷൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. കന്നഡയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സിംഗേഴ്സ് രാജേഷ് കൃഷ്ണനെ ആദ്യമായിട്ട് മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വിഷ്ണു കുറുപ്പ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പാട്ടുകാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഒരു സോങ് ഉണ്ട്, മൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ, അത് സുഗീത മേനോൻ പാടിയിരിക്കുന്നു. അത് എഴുതിയിരിക്കുന്നത് ചാരു ഹരിഹരനാണ്. അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാർ ഇതിൻ്റെ സംഗീത വിഭാഗത്തിലും അവരുടെ മാർക്ക് തെളിയിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ഇതിനൊക്കെ അപ്പുറമായിട്ട് സേതുമാധവൻ സാറിനോട് ചട്ടക്കാരിയെക്കുറിച്ചും പൊതുവെ സിനിമയെക്കുറിച്ചുമൊക്കെ സംസാരിക്കാനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്, സന്തോഷ് സേതുമാധവൻ എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. സന്തോഷിൻ്റെ സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ പ്രൊഡ്യൂസർ സുരേഷ് ഏട്ടൻ എപ്പോഴും എൻ്റെ പാട്ടുകളുടെ ഒരു കൂട്ടുകാരനും അല്ലെങ്കിൽ എൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ചേട്ടനും ഒക്കെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി സംഗീതം ചെയ്യാൻ പറ്റുന്നത് വളരെ ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. ഇതിന് സംഗീതം എൻ്റെ ഗുരുനാഥൻ ദേവരാജൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു.